അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ ഒരു സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. റവയും മുട്ടയും കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. നമ്മളിതൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് എല്ലാം കൂടെ ഒന്ന് തിളച്ച് വരട്ടെ. നമ്മുടെ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു കപ്പ് റവ ഒന്നിട്ട് കൊടുത്തിട്ടൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം. റവ ഇട്ട് കൊടുക്കുമ്പോഴേ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ കട്ട പിടിച്ച് പോവും. നിങ്ങൾ ഏത് കപ്പിലാണോ വെള്ളം എടുക്കുന്നത് അതേ കപ്പിൽ തന്നെ റവ എടുക്കാൻ വേണ്ടി നോക്കുക. അപ്പോൾ നമുക്ക് നല്ല പാകമായിട്ടുള്ള ഒരു പരുവത്തിൽ കിട്ടും. സ്പാച്ചുല വെച്ച് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. വീഡിയോ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മൾ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. നമുക്കൊന്ന് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിലൊന്ന് വേവിച്ചെടുക്കാം. ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്നും കൂടി ഇളക്കി കൊടുക്കാം. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. ആ സമയം കൊണ്ട് നമുക്കൊരു ഫില്ലിങ്സ് റെഡിയാക്കി എടുക്കണം. അതിന് നമ്മൾ മറ്റൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഒന്ന് ചൂടായി വരുമ്പോൾ അര ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നമ്മൾ കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. റോസ്റ്റായി വന്നിട്ടുണ്ട്. നമ്മളൊരു പാത്രത്തിലേക്ക് കോരി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതേ നെയ്യിലേക്ക് തന്നെ നമ്മളൊരു 3 കോഴിമുട്ട പൊട്ടിച്ച് ഒന്ന് കലക്കി ഒഴിച്ചു കൊടുക്കുക. ഓംലെറ്റ് പോലെ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒഴിച്ച പാടെ ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ടൊന്ന് പൊടിയാക്കി എടുക്കണം. നമുക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ അതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിതുപോലെ ഇളക്കി കൊടുത്താൽ നമുക്ക് അങ്ങനെ പീസായിട്ട് നമുക്ക് മുട്ട ഒന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഇതാ നമ്മൾ ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ആദ്യം റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ചേർത്ത് കൊടുത്ത് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിൽ ജലാംശമൊക്കെ നന്നായി വറ്റി കിട്ടണം. അതിനാണ് നമ്മളിത് വീണ്ടും ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നത്. റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. നമ്മുടെ റവ മാവ് റെഡിയായി വന്നിട്ടുണ്ട്. നന്നായി ചൂട് പോയിട്ടില്ല, എന്നാലും ചെറുതായിട്ടൊക്കെ ഒന്ന് ചൂട് പോയി നമുക്ക് കുഴക്കാൻ പറ്റുന്ന രൂപത്തിലായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നന്നായി കൈ വെച്ചിട്ട് കുഴച്ചെടുത്തിട്ടൊരു ഡോ ആക്കി എടുക്കാം. നമ്മളെ മാവ് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി അത്യാവശ്യം വലിപ്പത്തിലുള്ള ഒരു ബോൾ എടുത്ത് പരത്തി കൊടുക്കുക. കയ്യിൽ വെച്ചൊന്ന് പരത്തി കൊടുക്കുക. നമുക്ക് കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ടും പരത്തി കൊടുക്കാൻ പറ്റും. ഏത് ഷേപ്പിലാണോ വേണ്ടത് ആ ഷേപ്പിൽ നമുക്കിതിനൊന്ന് പരത്തിയെടുക്കാം.
ഇനി കുറച്ച് ഫില്ലിങ്സ് വെച്ച് കൊടുത്തിട്ട് നമുക്കിതിനൊന്ന് മടക്കി ഫില്ലിങ്സൊക്കെ ഒന്ന് ഉള്ളിലാക്കിയിട്ട് പൊട്ടാതെ പുറത്ത് കാണാതെ നമുക്കിതൊന്ന് യോജിപ്പിച്ചെടുക്കാം. നമ്മളൊരു ബോക്സ് രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളതും കൂടി നമുക്കിതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. റൗണ്ട് ഷേപ്പിൽ വേണമെങ്കിലും ചെയ്യാം, അതുപോലെ ബോക്സ് ടൈപ്പിലാക്കിയിട്ടും ചെയ്യാം. ഇനി നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് ചൂടായി വരുമ്പോൾ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച ഓരോ സ്നാക്സും ഇതിൽ വെച്ചൊന്ന് തിരിച്ച് മറച്ച് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊരു ചെറിയ ഗോൾഡൻ കളറാക്കി എടുക്കാം. മറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അപ്പുറത്തെ സൈഡും ഇതേപോലെ ഒന്ന് കളർ ഗോൾഡനായി കിട്ടണ വരെ നമുക്കിതൊന്ന് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ 2 ഭാഗവും റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇതേപോലെ മുഴുവനും നമ്മൾ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഒത്തിരി എണ്ണയിൽ മുക്കി പൊരിക്കരുത്. നമ്മൾ മീനൊക്കെ വറുത്തെടുക്കുന്ന പോലെ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് തിരിച്ച് മറിച്ചിട്ട് കൊടുത്ത് വേവിച്ചെടുത്താൽ മതി. നല്ല അടിപൊളി ടേസ്റ്റാണ്, ഹെൽത്തി സ്നാക്സാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.